ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരച്ച് തുടങ്ങിയ ഒരു സമയത്തെ ഒരു ബുക്കാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബുക്കിലാണ് ഞാൻ ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്തുള്ള ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പൊക്കെ കുറച്ച് ഡ്രോയിങ്സ് ഞാൻ ഫ്രീ ഹാൻഡായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഡ്രോയിങ്സൊക്കെയാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. അപ്പോൾ തുടക്കത്തിലൊക്കെ ആ ഒരു ഡ്രോയിങ്ങാണ് ആദ്യം വരുന്നത്. അത് കഴിഞ്ഞൊരു കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചുള്ള ഡ്രോയിങ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ ഡ്രോയിങ് ഞങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പം ഏത് കോലത്തിലാണ് ആ ഡ്രോയിങ് ഇരിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോസ് അല്ലെങ്കിൽ ആ ഒരു ഡ്രോയിങ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ ഞാൻ ഫ്രീ ഹാൻഡായിട്ട് തന്നെ വരച്ച് തുടങ്ങിയൊരു സമയത്തെ ഡ്രോയിങ്ങാണ്. അതായത് നമ്മൾ ഗ്രിഡ് മെത്തേഡൊക്കെ കണ്ടുപിടിച്ച് വരുന്നത് തൊട്ട് മുമ്പുള്ള ഡ്രോയിങ്ങാണ് ഇതൊക്കെ. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ കാണുന്നതൊക്കെ നമ്മൾ നോക്കി അങ്ങ് വരയ്ക്കുമായിരുന്നു. അപ്പോൾ കൂടുതലായിട്ടും എല്ലാം തന്നെ നോക്കി വരച്ചേക്കുന്ന ചിത്രങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അല്ലാത്തതുകൊണ്ട് മെയിനായിട്ടും നോക്കിയാണ് വരച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് വരച്ചുകൊണ്ടിരുന്ന ഡ്രോയിങ് തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ ചെറിയൊരു ബുക്കിലാണ് നമ്മൾ വരച്ച് തുടങ്ങിയത്. പിന്നീടാണ് ഞാൻ A4 സൈസുള്ള വലിപ്പമുള്ള ബുക്കും അല്ലെങ്കിൽ A4 സൈസ് പേപ്പറിലേക്കൊക്കെ വരയ്ക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഞാൻ ഈ ഒരു ബുക്ക് എടുത്ത് നിങ്ങളെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നത് കാണുന്നുണ്ട്, അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റുന്നില്ല, എന്താ ചെയ്യുക, എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്ത് കാണാറുണ്ട്, അല്ലെങ്കിൽ മെസ്സേജായിട്ട് എനിക്ക് അയക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ പറയുക പ്രാക്ടീസ് ചെയ്യാമെന്ന് മാത്രമേ പറയാറുള്ളൂ. കാരണം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് വരാൻ പറ്റും. അതിന് തെളിവ് തന്നെയാണ് ഞാൻ. കാരണം ഞാനിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രോയിങ്ങും ഈ ഒരു ബുക്കിലെ ഡ്രോയിങ്ങും കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും. നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് വരാൻ പറ്റുന്ന കാര്യം നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടായിരിക്കും. കാരണം ഇതിൽ മെയിനായിട്ട് നമ്മൾ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ഓരോരുത്തർ വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് നമ്മൾ കറക്റ്റായിട്ട് ഷെയ്ഡിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രമേ വരാറുള്ളൂ. അല്ലെങ്കിൽ മുടി വരയ്ക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ വരയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ഓരോ സമയത്ത് വരച്ച് വരുന്നതനുസരിച്ച് നമ്മൾ പഠിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അത് തീർച്ചയായും നമുക്ക് പ്രാക്ടീസിലൂടെ നടക്കുന്നതായിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട്. അപ്പം ഇതിൽ ഞാൻ എന്താ പറയുക, നമ്മൾ ആ ഒരു മെത്തേഡ് ഞാൻ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ ഒരു ഡ്രോയിങ്ങാണ് ചെയ്യുന്നത്. അപ്പം അടുത്തതായിട്ട് വരുന്നത് ആ ഒരു ഡ്രോയിങ്ങാണ്. ഈ ഒരു ഫോട്ടോ ആണ് കേട്ടോ. ഇതാണ് ഞാൻ ആദ്യമായിട്ട് ഗ്രിഡ് ലൈൻസ് ഇട്ട് വരയ്ക്കുന്ന ഡ്രോയിങ് ഇതാണ്. അപ്പോൾ ആ ഒരു മെത്തേഡ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു ഫോട്ടോ വരച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതിൽ നോക്കുന്ന സമയത്തിന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും. ഇതിലൊന്നും ഷെയ്ഡിങ് ഒന്നും ഞാൻ ചെയ്തിട്ടേ ഇല്ല. കാരണം നമ്മൾ വരച്ച് തുടങ്ങിയ സമയത്ത് ഇത്രയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ അതുപോലെ നമ്മൾ ഗ്രിഡ് മെത്തേഡിനെ കുറിച്ച് പഠിച്ച് വരുന്നുള്ളൂ. ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ച് വരുന്നുള്ളായിരുന്നു. എത്ര സെൻറ്റിമീറ്റർ എടുത്ത് കോളംസ് വരയ്ക്കണം, അല്ലെങ്കിൽ എത്ര കോളംസ് വരയ്ക്കണമെന്ന് നമുക്കൊരു ഐഡിയയും ഇല്ല. അപ്പം ആ ഒരു സമയത്ത് ഇത്രയൊക്കെ പറ്റുള്ളൂ. അപ്പം നമ്മൾ പിന്നെ മുമ്പോട്ട് വരുന്നതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങളും പഠിച്ച് വരാനും അത്യാവശ്യം നല്ല രീതിയിലൊക്കെ വരയ്ക്കാനും ആയി വന്നതാണ്. അപ്പം നിങ്ങളെക്കൊണ്ടും സാധിക്കും. ഞാനിതിപ്പോഴുള്ള വീഡിയോസൊക്കെ ഇടുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇതൊക്കെ ഒരു മോട്ടിവേഷനാക്കി എടുക്കണം. ഡ്രോയിങ് പഠിക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക നല്ല രീതിയിൽ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് വരാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ഈ ഒരു ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നുള്ളൂ.